വേഗം വന്നിട്ടാ സംഗതി ആ കുഴപ്പ എന്തുട്ടാന്ന് കാര്യം? സംഗതി ലൈവാണ് ബൈ. കഴിഞ്ഞ ദിവസം ആനപ്പാപ്പാന്മാർക്കായിട്ട് ഒരു PSC പരീക്ഷ നടത്തി. ഇതിലെ ചോദ്യങ്ങൾ വളരെ വിചിത്രമായിരുന്നു. ആനയെ പരിചരിക്കുന്ന പണിയാണ് ആനപ്പാപ്പൻ്റെതെന്ന് നമുക്കറിയാം. എന്നാൽ ആനയെക്കുറിച്ചുള്ള ഒറ്റ ചോദ്യം അതിനകത്തില്ലായിരുന്നു. ശരിക്കും ആ സമയത്ത് എന്താ തോന്നുക? ഇനി ആനയെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പാപ്പാന്റെ പണി അറിയാത്ത ആരെങ്കിലും ആയിരിക്കുമോ ഈ ചോദ്യമിട്ടത്? ദ്രവ്യവും പിണ്ടവും മുതൽ ലസാഗുവും ഉസാക്കയും വരെ അതിനകത്ത് ചോദ്യങ്ങളായി വന്നു. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. പക്ഷെ ആനയെക്കുറിച്ച് മാത്രം ചോദിക്കാൻ പറ്റിയില്ല. ആന പരിചരണത്തിനായി എന്തിനാണ് LDC മോഡൽ ചോദ്യപേപ്പർ എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യം. പാപ്പാന്മാർക്ക് ഈ അഭിപ്രായമുണ്ട്. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം. സിലബസ് ഒന്ന് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുതൽ ആറ്റത്തിന്റെ ഘടന വരെ, സൗരയൂഥവും സവിശേഷതകളും മുതൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും വരെ. താനൊരു മണ്ടനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടിരിക്കുകയാണല്ലേ. പക്ഷേ പാപ്പാന്മാർ ആനയെ മാത്രം കണ്ടില്ല. ആന പരിചരണത്തെക്കുറിച്ച് ഒരു ചോദ്യം പോലും പരീക്ഷയിലില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഗതികോർജവും സ്ഥിരോർജവും 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ആനയ്ക്ക് എന്ത് ബന്ധമാണെന്ന് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നു. അത് ശരിയാണ്, കുട്ടാട്ടനെ കൊണ്ടേ പറ്റൂ. ആരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാറ്റമേത്? യുദ്ധക്കപ്പലായ INS മഹീന്ദ്രയ്ക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? ഇനിയെങ്കിലും PSC കുറച്ചുകൂടെ പരീക്ഷ എന്തിനാണോ നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കിയാൽ നന്നായിരിക്കും തോന്നുന്നു. അത് ശരിയാ ഞാൻ പോകുന്നു. ബൈ.